ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും അമനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിളായിട്ടുള്ള പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നല്ല മഞ്ഞു പോലെ തോന്നിക്കുന്ന ഒരു സ്നോ പുഡിംഗ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ട് ചേരുവകൾ മാത്രം മതി ഈ പുഡിങ്ങിന്. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് അമനൂസ് കിച്ചൻ്റെ അടുത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം റെഡിയാക്കി എടുക്കേണ്ടത് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഷുഗറിന് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിനും അതേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളിങ്ങനെ പാനൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷുഗർ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് റെഡിയാക്കുന്നത് ആ ബൗളിലേക്ക് നമ്മളിത് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യരുത്, അപ്പം തന്നെ ഇത് സെറ്റായി പോകും. പെട്ടെന്ന് തന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യണത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബൗളിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് എഗ് വൈറ്റ് ആണ്. നമുക്ക് എഗ്ഗിൻ്റെ യോക്ക് ആവശ്യമില്ല, അത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഞാനിവിടെ 3 എഗ് വൈറ്റാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ വെള്ളം എടുക്കുന്ന സമയത്ത് അത് ഏത് ബൗളിലാണോ എടുക്കുന്നത് ആ ബൗളിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് പതഞ്ഞ് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഷുഗറാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മാത്രം വാനില എസൻസ് യൂസ് ചെയ്താൽ മതി. ഇനി ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കി എടുക്കണം. നമ്മുടെ മുട്ടയുടെ വെള്ള നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ അടിക്കുന്ന അതേപോലെ നന്നായിട്ട് ഫ്ലഫി ആക്കി എടുക്കണം. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ടയുടെ വെള്ളം നന്നായിട്ട് അടിച്ച് നല്ല ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ബീറ്ററിൻ്റെ ബ്ലേഡ് നമ്മൾ പൊക്കി പിടിച്ചാൽ താഴെ വീഴാത്ത ഒരു സ്റ്റേജാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ബൗള് തിരിച്ച് പിടിച്ചാലും ഇത് വീഴില്ല. അങ്ങനെയാണ് നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി നോക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാരമലിൻ്റെ ആ ബൗളിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ വെള്ള അടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. മെല്ലെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ഒരുപാടിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പതഞ്ഞ് വന്നതൊക്കെ താഴേക്ക് പോകും. മെല്ലെ കോരിയിട്ട് വേണം ഇതിലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ 2 പാത്രത്തിലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. ഇവിടെ 2 ബൗളിലും എഗ് വൈറ്റ് ബീറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഫോയിലില്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുത്താൽ മതി. ഇതിനുള്ളിലേക്ക് ആവി കയറാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ പുഡിങ് സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബൗൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്.
15 മിനിറ്റ് കറക്റ്റ് മതി, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമ്മുടെ പുഡിങ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. നമ്മൾ കേക്കൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന അതേപോലെ തന്നെ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടിയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ പുഡിങ്ങൊക്കെ തണുപ്പിച്ചിട്ട് കഴിക്കുന്നത് പോലെ തണുപ്പിച്ച് കഴിക്കാനും പറ്റും. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ്. കാരമലും അതുപോലെ എഗ്ഗിൻ്റെ വൈറ്റൊക്കെ കണ്ടാൽ മഞ്ഞ് പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇതിന് സ്നോ പുഡിംഗ് എന്ന് പേര് വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് 2 പുഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്. ടേക്ക് കെയർ.